Praise the Lord. We are going to read Psalms chapter 12. സങ്കീർത്തനങ്ങൾ 12. സങ്കീർത്തനങ്ങൾ Psalms chapter 12. വായിക്കും. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. അടുത്ത വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കും. ന്യായശൂത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിലെ വന്ദനത്തെ അറിയിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് ഞാനിന്ന് എക്സോർട്ടേഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നല്ല വചനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം അതിശയകരമായി അത്ഭുതകരമായിട്ട് നമ്മളെ ഒരാഴ്ചക്കാലം കൂടെ നടത്തി, അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ഇന്ന് YPF ഉണ്ടായതുകൊണ്ട് നമുക്കധികം ടൈം എടുക്കാൻ ഇല്ല. പെട്ടെന്ന് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. 12-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. ദാവീദിൻ്റെ 8 സ്ട്രിങ്സ് ഉള്ള ഒരു വാദ്യോപകരണം വെച്ച് പാടിയ കീർത്തനം ചെയ്ത ഒരു സങ്കീർത്തനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ദാവീദിന് തൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയും ഒക്കെ ഓർത്ത് ഉള്ള ഒരു സങ്കീർത്തനമാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. 5 കാര്യങ്ങൾ അതിനകത്ത് 8 വാക്യങ്ങളിലൂടെ 5 കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നു, പീപ്പിൾ ആർ ഫെയ്ത്ത്ലെസ്, അവർ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തോട് കൂറില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തോട് തന്നെ താൻ പറയുകയാണ്. അടുത്തത് 3-4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, പീപ്പിൾ സ്പീക്ക് ഫ്ലാറ്ററി, കപടമുള്ള അധരങ്ങളാൽ ആയിരിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഗോഡ് പ്രോമിസസ് ടു ഹെൽപ്പ്, ദൈവം സഹായകനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അടുത്ത 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഗോഡ് സ്പീക്ക് ഫ്ലോലെസ്ലി. 7-8 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ സങ്കീർത്തനക്കാരൻ നമുക്ക് ആയിട്ട് എഴുതിയിരിക്കുന്നത്. താനെ ശൗലിനെ പേടിച്ച് ഓടി നടക്കുന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം താൻ ഈ സങ്കീർത്തനം ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ദൈവത്തോട് പറയുകയാണ്, കർത്താവെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആ 2 വാക്യങ്ങളിനകത്ത് 5 കാര്യങ്ങൾ താൻ അവിടെ പറയുന്നുണ്ട്. 1 പറയുന്നത് ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, 2 പറയുന്നു വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു, 3 കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, 4 കപടമുള്ള അധരം, 5 ഇരുമനസ്സുള്ള. അങ്ങനെ 5 കാര്യങ്ങളാണ് ആ 2 വാക്യം കൊണ്ട് ദാവീദ് വളരെ നമ്മുടെ നല്ല പ്രാഗൽഭ്യം ഉള്ള പാസ്റ്റേഴ്സൊക്കെ വളരെ സമയമെടുത്ത് മണിക്കൂറിൽ നിന്ന് പ്രസംഗിക്കുന്ന വചനമാണിത്. അതിനകത്ത് ഓരോ പോയിൻറ്റിനും ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാം. ഭക്തന്മാർ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്ത് നമ്മുടെ ലൈഫിനെ നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ഭക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഗോഡ്ലി മാനായിട്ടാണോ നാം ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് ജോൺ ചാപ്റ്റർ 9:31 ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഞാൻ തന്നെ വായിക്കാം, സമയമില്ലല്ലോ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ എന്ന് ജോൺ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവഭക്തനായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിനോട് നമ്മുടെ അപേക്ഷകൾ അർപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ സങ്കീർത്തനകൻ പറയുന്നു, ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി തീരണം. മാത്രമല്ല, ഒരു ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളിലൂടെ നിവർത്തിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാണെങ്കിൽ
മാത്രമേ നമുക്ക് ഭക്തി ഉണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. അടുത്ത എഴുതിയിരിക്കുന്നത് വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഫെയ്ത്ത്ഫുൾനെസ് അത് വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഒരുപാട് ദൈവത്തിൻ്റെ നന്മകളൊക്കെ അനുഭവിച്ചവരായിരിക്കും. എന്നാൽ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ചഞ്ചലപ്പെട്ടു പോകും, സംഭ്രമിച്ചു പോകും. നമുക്ക് ചിലപ്പോൾ ലോകത്തിൻ്റെ രീതിയിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സമയം കൊടുക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തനായ ദാസനായിരിക്കുന്ന അവർ ഓരോരുത്തരും ദൈവത്തിനായിട്ട് സമയത്തെ കൊടുക്കും. ദൈവത്തിന് വിശ്വസ്തനായിട്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഭക്തനായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം, നമ്മൾ ഇരിക്കുന്നതും അങ്ങനെയല്ലേ വചനം പറയുന്നത്, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു, കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം നമുക്ക് കൂട്ടായി ഉണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് കൂട്ടായിരിക്കുന്ന ദൈവത്തിന് നാം സമയം കൊടുക്കണം. നാം വിശ്വസ്തരായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. പ്രോവർബ്സ് സദൃശവാക്യം 3:5, 6, 7. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒരു വിശ്വസ്തനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വിശ്വസ്തനായിട്ട്, ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത ദാസനായിട്ട് അല്ലെങ്കിൽ ദാസിയായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവാണ് ആശ്രയം എന്നുള്ള ഒറ്റ ലക്ഷ്യം. മാത്രമല്ല, അതിൻ്റെ താഴെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ ബുദ്ധിയിൽ കൂടി വേണം നമ്മളെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ദൈവത്തിന് ചെയ്യുവാനുള്ള ഒരു ടൈം നമ്മളവിടെ കൊടുക്കണം. അടുത്തത് എഴുതിയിരിക്കുന്നതിൻ്റെ എല്ലാ വഴികളിലും അവന് നനച്ചുകൊള്ളുക. നമ്മളെല്ലാ വഴികളിലും, നമ്മൾ ദൈവ മക്കളാണ് ഒക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തിലും ചിലപ്പോൾ നമ്മൾ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കാറില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മുടെ മനസ്സ്, അങ്ങനെയാണ് അത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നമ്മളെ ജനിച്ച് ആ നാൾ മുതൽ ഇന്ന് വരെ ദൈവം നമ്മളെ നടത്തി ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ എല്ലാ സമയത്തും അവനെ നനച്ചുകൊള്ളുക. അങ്ങനെ നനച്ചാൽ, ദൈവത്തെ മുൻനിർത്തിയാൽ, അടുത്ത് എഴുതിയിരിക്കുന്നത് അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നമുക്കൊരിക്കലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നാം പ്രയാസപ്പെട്ട് വിഷമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പാതകളെ നേരെയാക്കുവാൻ ശക്തനാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ വളരെ ഉറ്റിരിക്കുന്നവരായിരിക്കാം, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കാം. ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തോ ഒരു സംഭവമാണെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ചിലപ്പോൾ പിശാച് ഒരു പരീക്ഷണത്തിലൂടെ ആയിരിക്കും നമ്മളെ നടത്തുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതിനും സർവ്വത്തിനും ആശ്രയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയത് ആരാണ്? മനുഷ്യനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം എത്രയോ അതിനേക്കാൾ വലിയ ഇൻ്റലിജൻസ് ഉള്ളതായിരിക്കും എന്ന് നാം ചിന്തിച്ച് നോക്കുക. നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നാം സമയങ്ങളെ കൊടുക്കുക. അതിന് നാം എന്ത് ചെയ്യണം? 1, ദൈവത്തിൻ്റെ ഭക്തനായിട്ട് ജീവിക്കുക. 2, ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസിയായി ഇരിക്കുക. അടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. വ്യാജം സംസാരിക്കുന്ന, കപടമുള്ള, അതുപോലെ ഇരുമനസ്സുള്ള, ഇവരെ ഒന്നും ദൈവത്തിന് താല്പര്യമുള്ളവരല്ല. ഇവരോടെല്ലാം ദൈവത്തിന് വെറുപ്പാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദരങ്ങൾ നന്നായിട്ടാണോ ഇരിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഇരുമനസ്സുണ്ടോ? നമുക്ക് എപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാര്യമായിരിക്കും, ഇതായിരിക്കുമോ അതായിരിക്കും. ഇങ്ങനെ ഒരു സംശയത്തിലാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ദൈവം അങ്ങനെയുള്ള മനസ്സിനെ വെറുക്കുന്നു. നമുക്ക് ലോകം വേണോ, ദൈവരാജ്യം വേണോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇടയ്ക്ക് വരും. എന്നാൽ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവം മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നാം നടക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കപടമുള്ള അധരത്തെയെല്ലാം ദൈവം താഴെ എഴുതിയിരിക്കുന്ന കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും അവൻ ഛേദിച്ച് കളയും. ദാവീദ് അവിടെ പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ആ ഛേദിക്കപ്പെടുവാനിടയാകാതെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി,
ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് തന്നെ മുന്നേറുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയായിത്തീരണം. നമ്മുടെ എല്ലാ വഴികളിലും അവരെ നനച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു ഭക്തനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഒരു വാക്യം കൂടെ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. അത് ഈ ലോകത്തിലെ തലമുറയിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ജനമാണ് നാം. ഒട്ടും നമ്മൾ പുറകോട്ട് പോകാതെ, നമ്മുടെ ഭക്തിയിലോ നമ്മുടെ വിശ്വസ്തതയിലോ ഒന്നും പുറകോട്ട് പോകാതെ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, കുഞ്ഞുങ്ങളുടെ ആവട്ടെ നമ്മുടെ ആകട്ടെ, നമ്മുടെ ജോലി പ്രശ്നം, ഏത് പ്രശ്നമായാലും, റിലേറ്റീവ്സിൻ്റെ ആയിരിക്കട്ടെ, പേരൻസിൻ്റെ ആയിരിക്കട്ടെ, എന്ത് പ്രശ്നങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ ഭരമേൽപ്പിക്കുക. കർത്താവ് നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അവരെ സഹായിക്കും.